അജരാ ആ കേറിക്കടാ. പോണ്ട ഒരുക്കങ്ങൾ ഇപ്പൊ എവിടെ വരെ എത്തി? ഒരുക്കങ്ങളൊക്കെ ഒരുവിധം ആയി വരണേ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ അതിനു വേണ്ടി വന്നതാണ്. എന്ത് കുട്ടിയെ? അത് ഇന്നും ഇന്നലത്തെ കഥയൊന്നും അല്ല. പണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്തുണ്ടായൊരു സംഭവമാണ്. ഞങ്ങൾ ചങ്ങായിമാരെല്ലാം കൂടി ഇങ്ങനെ കളിച്ചിറങ്ങിയ സമയത്തേ നിങ്ങളെ പിന്നാമ്പുറത്ത് കൂടെ ഇങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ എല്ലാവരും കൂടി കൂടി വരികയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു നിങ്ങളുടെ വേറെ വരിയിൽ. ഞങ്ങളത് എടുത്തുകൊണ്ട് വിറ്റീന്ന്. അതൊന്നും നിങ്ങളോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം നേരിച്ചാണ് ഇങ്ങനെ ഇറങ്ങിയതാണ്. നിങ്ങളിപ്പോൾ ഇത്രയും കാലമായിട്ട് ആരാന്ന് അറിഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് പറയാതിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഹജ്ജിന് പോവല്ലേ, അപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കുക വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാ. ഇജ്ജിപ്പോ പോയിക്കോ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ടില്ല, ഓൻ ഹജ്ജിന് പോണില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു. നിങ്ങൾ എന്താ അജയരെ അങ്ങനെ ചെയ്തു? അത്രയും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ അവർ ചെയ്ത അജയരെ. അതിപ്പോ ഓരോ പ്രായം വെച്ച് നോക്കുമ്പോൾ പൊരുത്തപ്പെടാൻ പറ്റാത്തൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും അപ്പോൾ ഓനോടൊന്നും ഉണ്ടാതിരുന്നു? അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ചിന്ത എങ്ങോട്ടാ പോയടാ. ഓനോട് വെറുപ്പുണ്ടായിട്ടൊന്നുമില്ല. എന്താ പറയണ്ടത് നിനക്കൊരു പിടുത്താൻ കിട്ടില്ല. പണ്ട് സ്വത്തും മുതലൊക്കെ ഒരുപാടുണ്ടടാ, പക്ഷേ കയ്യിൽ കായുണ്ടാവില്ല. എന്നാലോ ആരുടെയും ചോദിക്കാൻ പറ്റുമോ? അത് നമ്മളെ അഭിമാനം നമ്മളെ സമ്മതിക്കില്ല. എനിക്ക് ഓർമ്മ ഉണ്ടാകുന്ന എനിക്കറിയില്ലടാ. എനിക്കൊരു 4ാമത്തെ പങ്ങളുണ്ടായിരുന്നു. ഓള് ചെറുപ്പത്തിലെ സോക്കടെടുത്തിയാളാ. അന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ പങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓൾക്ക് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിന് വിൽക്കാർത്തിച്ച കുരുമുളകാണ് അന്ന് അവർ കൊണ്ടുപോയതടാ. എന്നിട്ടെന്താ, ഞാൻ കുരുമുളക് കട്ടെ അതിൻ്റെ പിന്നാലെ പോയി. ഓൾക്ക് വേണ്ട ചികിത്സ കിട്ടിയില്ല. ഓൾ പോയി. റഷീദേ, ഇതുകൊണ്ട് ഓൻ്റെ യാത്ര മുടങ്ങൂല. ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തടാ. ഞാനിനി ഓനെ നേരിട്ട് കണ്ട് പറഞ്ഞോളാം.